ഇന്ന് ഇന്ത്യ ഏറ്റവും ഉറച്ച നിലപാടുള്ള രാജ്യമാണ്. പക്ഷേ ഇന്ന് ഇന്ദിരാഗാന്ധിയെ വാഴ്ത്തുകയാണ് ചിലർ, മോദിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ദിരാഗാന്ധി ശരിക്കും അങ്ങനെ ഒരു അയൺ ലേഡി ആയിരുന്നു. അവരൊരു നന്മയുടെ ഭാഗമായിരുന്നു. എന്തെങ്കിലും ഒരു നന്മ സംഭാവന ചെയ്തു. അവരുടെ കാലഘട്ടം കറുത്ത ഒരു അധ്യായത്താൽ അടയാളപ്പെടുത്തുന്നതാണ്. എങ്ങനെ നോക്കിക്കാണാം ഇന്ദിരയുടെ സംഭാവനകളെ? ഇന്ദിരാഗാന്ധിക്ക് ഒരിക്കലും ഒരു മികച്ച ഭരണാധികാരിയാവാൻ സാധ്യമായിരുന്നില്ല. അതിനുശേഷം അവരെക്കുറിച്ചുള്ള പബ്ലിസിറ്റികൾ മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ 1947 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ 1964 വരെയുള്ള 17 കൊല്ലക്കാലം അവരായിരുന്നു പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ്. അനൗദ്യോഗികമായിട്ട്, ഔദ്യോഗികമായിട്ടല്ല. നെഹ്റുവിന് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നെഹ്റു ഒരിക്കലും ഔദ്യോഗികമായിട്ട് ആരും വയ്ക്കില്ല, അനൗദ്യോഗികമായിട്ടാണ് വയ്ക്കുക. അതിൽ അനൗദ്യോഗികമായിട്ട് വയ്ക്കാൻ അദ്ദേഹത്തിന് കൂടുതലുള്ളവരാരും വിശ്വാസമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ BR അംബേദ്കർ പുകച്ച് പുറത്തിയടിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നത് ആചാര്യ കൃപലാനി പുകച്ച് പുറത്തിയടിച്ചു. മൂന്നാമത് ഇദ്ദേഹം ശ്യാംപ്രസാദ് മുഖർജി അദ്ദേഹത്തെ പുകച്ച് പുറത്തിയടിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നാലാമത്തെ ഒരാളും കൂടിയുണ്ട്, മലയാളിയായിരിക്കുന്ന ജോൺ മത്തായി. അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ പുകച്ച് പുറത്തിയടിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചാടിച്ചിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 17 കൊല്ലത്തോളം തൻ്റെ കൂടെ നിരന്തരമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടും തൻ്റെ മന്ത്രിസഭാ കാര്യങ്ങളെ തൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം സ്വീകരിച്ചത് സ്വന്തം മകളായിരിക്കുന്ന ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി കണ്ടുപഠിച്ചത് മുഴുവൻ ഈ അച്ഛൻ്റെ പാരമ്പര്യമാണ്. അതിന് തുടർച്ചയായിട്ട് വേറെ ഒന്നും കൂടി നടക്കുന്നത് 1965 ഇന്ദിരാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം 1964 പ്രധാനമന്ത്രിയാവുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതൊരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആണ്. അന്ന് പ്രധാനമായിട്ട് ആവശ്യക്കാർ വേറെ പലരും ഉണ്ടായിരുന്നു. അന്ന് കാമരാജിൻ്റെ 1963 കാമരാജ് പദ്ധതിയൊക്കെ വന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മൊറാർജി ദേശായി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച സമയത്ത് ഒരു കോംപ്രമൈസ് ആയിക്കൊണ്ടാണ് മാന്യനായിരിക്കുന്ന കഴിവുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയെ 1964 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് വേറെ അരുമണി ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയായിരിക്കുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ്, അവർക്ക് ആ മന്ത്രിസഭയിൽ ചേരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവരാഗ്രഹം പ്രകടിപ്പിച്ചു. ആ സമയത്ത് അവരെ മന്ത്രിസഭയിൽ കയറ്റാതെ കണ്ട് മന്ത്രിയായ അന്നത്തെ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധി പണി കൊടുത്തത് സാധാരണ ഇന്ത്യക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, സ്വന്തം അച്ഛൻ്റെ സഹോദരി തൻ്റെ അമ്മായിയായിരിക്കുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റിനെ പുറത്തു നിർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. അങ്ങനെ വലിയൊരു പാരമ്പര്യം ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചുകൊണ്ട് തുടർന്ന് അവരുടെ ആ ഒരു ഭരണകാലം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിവുള്ളവരെയൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് അച്ഛനെ പോലെ തന്നെ എന്നും കഴിവില്ലാത്തവരിലായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത്. അങ്ങനെ 1967 അവർ കൊണ്ടുള്ള ചില ഭരണപരിഷ്കാരങ്ങളൊക്കെ ഉണ്ട്. ആ ഭരണപരിഷ്കാരങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. 14 ബാങ്കുകൾ ദേശസൽക്കരിച്ചു. അതിനെ പ്രിവി പേഴ്സ് നിർത്തലാക്കി. ഇവിടെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന ജീവനാംശം അത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം 1969 സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി. അവർക്ക് കോൺഗ്രസിൽ വിശ്വാസമില്ല. അന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ S നിജലിംഗപ്പയാണ്. ഇവിടെ കർണാടകക്കാരനാണ്. ഇന്ന് മാത്രമല്ല, അവർ കോൺഗ്രസ്സുകാരെ കൊണ്ട് വ്യാപകമായിട്ട് ചില പ്രചരണങ്ങൾ നടത്തിച്ചിരുന്നു. ഇവിടെ അന്നത്തെ കർണാടകത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ SK പാട്ടീലാണ്. SK പാട്ടീലിനെ കൊണ്ട് പറയിപ്പിച്ചു, തൊഴിലിടങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യണം എന്ന് SK പാട്ടീൽ പൊതുവേദിയിൽ ആവശ്യപ്പെട്ടു. 1973-74 സമയത്ത് ഇത് രേഖകളുള്ളതാണല്ലോ. അത് മാത്രമല്ലോ ചെയ്തത്. ഇവിടെ ഹരിയാനയിൽ മുഖ്യമന്ത്രി എന്ന എൻ്റെ ധാരണ ബെൻസിലാലോ മറ്റുമാണ്. ആ സമയത്ത് അവരെ കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിച്ചു, ഇവിടുത്തെ എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളും കോൺഗ്രസ്സുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ആഫീസിൽ കൂടി ഹരിയാന സംസ്ഥാന സർക്കാരിന്റെ ജോലിക്കുള്ള അപേക്ഷാ ഫോറം വിതരണം ചെയ്ത് കോൺഗ്രസിന്റെ ആഫീസിൽ കൂടിയാണ്. ഇത് ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ്. എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിക്ക് ഈ ലോകത്ത് ആരെയും വിശ്വാസമില്ല. അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നോക്കൂ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അവരൊരു മന്ത്രിസഭാ യോഗം വിളിച്ചില്ല. അവർ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ ശങ്കർ റേ, അദ്ദേഹം വന്ന് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. അതേപോലെ തന്നെ ഗോഖലെ എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹം നിയമവകുപ്പിന്റെ മന്ത്രിയാണ്. പിന്നെ നാലാമതിരിക്കുന്ന ആൾ അവരുടെ മകനായിരിക്കുന്ന സഞ്ജയ് ഗാന്ധി. ഈ 4 പേര് അടച്ചിട്ട മുറിക്കകത്തിരുന്നു കൊണ്ടാണ് ഒരു മന്ത്രിസഭാ തീരുമാനമില്ലാതെ കണ്ട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നതും അവരുടെ കുശിനിക്കാരനായിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് അന്നത്തെ
ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. ഈ ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന് രാത്രി 11:45 പോയി കണ്ട് വിളിച്ചുണർത്തിയിട്ട് അദ്ദേഹം ബാത്ത് ടബിൽ കിടക്കുന്ന സമയത്ത് ആ കിടക്കുന്ന ബാത്ത് ടബിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് അതിനെ തുപ്പിടിക്കുന്ന ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് ഒരു കാലത്തും ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിലെ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. തികഞ്ഞ അഴിമതിക്കാരിയായ, തികഞ്ഞ ഫാസിസ്റ്റായ, തികഞ്ഞ സ്വച്ഛാധിപതിയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. അപ്പൊ ആ ഇന്ദിരാഗാന്ധി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ട് താരതമ്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. രണ്ടും തമ്മിൽ കടലും കടലാടിയും തമ്മിൽ ബന്ധമാണ് രണ്ടുപേരും തമ്മിലുള്ളത്. 71 യുദ്ധമാണ് മറ്റൊരു വാഴ്ത്തലായിട്ട് പറയുന്നത്. അത് ശരിക്കും ഇന്ത്യയുടെ നേട്ടമായിരുന്നു. പക്ഷേ അത് റഷ്യയോടുള്ളൊരു വിധേയത്വം കൂടിയായിരുന്നില്ലേ? അതിനകത്തുള്ളതിൽ റഷ്യയുടെ വിധേയത്വമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് വേറെ സംഗതിയുണ്ട്. അതിനകത്ത് കുറച്ച് കാണാൻ പറ്റാത്തൊരു വസ്തുതയുണ്ട്. ഇന്ത്യയിലെ സർവ്വജനങ്ങളും ഇതിൻ്റെ യുദ്ധത്തിൻ്റെ കൂടെയായിരുന്നു. ഇന്ത്യയിൽ വേറെ സവിശേഷതയുള്ള 947 തുടങ്ങിയിട്ട് 47-ലും 62-ലും 65-ലും 71-ലും ഇപ്പം നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് യുദ്ധത്തിലടക്കം ഇന്ത്യയിൽ സർവമാന രാഷ്ട്രീയ കക്ഷികളും ഈ യുദ്ധം വരുന്ന സമയത്ത് അവർ ഒന്നിച്ചാ സാധാരണ നിൽക്കുക. ലോകത്തിൽ ഒരു സ്ഥലത്തും കാണാത്ത രീതിയിലാണ്. ആകെ ചില എക്സംഷൻ വരുന്നത് 62-ലെ യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടംതിരിഞ്ഞു എന്നുള്ള. പക്ഷെ അവരുടെ ആളൊന്നുമില്ലല്ലോ. ആളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അനുയായികളില്ലാത്ത EM ശങ്കരൻ നമ്പൂതിരിപ്പാടും മാത്രമാണെന്ന് യുദ്ധത്തിനെതിരായിട്ട് നിന്നത്, ഇന്ത്യക്കെതിരായിട്ട് നിന്നത്, ചൈനയുടെ ഇന്ത്യയുടെ എന്നൊക്കെ പറഞ്ഞത്. മറിച്ച് 71-ലെ അവസ്ഥ അങ്ങനെയല്ല. 71-ൽ ഇവിടെയുള്ള പ്രധാന പ്രതിപക്ഷ പ്രസ്ഥാനമായിരിക്കുന്ന ഭാരതീയ ജനസംഘവും സ്വതന്ത്ര പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും അടങ്ങുന്ന എല്ലാ പാർട്ടികളും അക്കാര്യത്തിൽ പിന്തുണച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അവർ സർവ്വവിധ പിന്തുണ അവരെ സംബന്ധിച്ച് ലഭിച്ചു. അതുകൊണ്ടാണ് ഇത് റഷ്യയുടെ ചില ഇടപെടലുകൾ ഉണ്ടെന്നുള്ള വസ്തുതയാണെങ്കിൽ പോലും, കാരണം റഷ്യയുടെ പ്രധാനപ്പെട്ട താല്പര്യം മറ്റൊന്നായിരുന്നു. റഷ്യ 971-ലെ റഷ്യയുടെ അന്നത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗ്രോമിക്കോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ എന്തിനാ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം? എന്തിനാണ് പ്രതിപക്ഷം? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദ ഓപ്പോസിഷൻ പാർട്ടീസ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന റഷ്യയുമായിട്ട് വളരെ വിധേയത്വം ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിട്ടുണ്ട്. അതിന് മാത്രമല്ല, 966-ൽ ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ നടക്കുന്ന ഇന്തോ പാക് യുദ്ധത്തിന്, ആ യുദ്ധാനന്തരം അന്നും ഭാരതം തന്നെയാണ് ജയിക്കുന്നത്. അതിൻ്റെ ആ സമയത്ത് അവർ റഷ്യയും അമേരിക്ക സമീപിക്കേണ്ട പാകിസ്ഥാൻ താഷ്കണ്ട് മധ്യസ്ഥനായിക്കൊണ്ട്, റഷ്യ മധ്യസ്ഥനായിക്കൊണ്ട് താഷ്കണ്ടിൽ വെച്ചിട്ട് ചർച്ച നടത്തുകയാണ്. ആ ചർച്ചാനന്തരമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുകയാണ്. ആ കൊലയ്ക്ക് ഉത്തരവാദി ആരാണെന്നുള്ളത് ഇന്നും ആരെയും സംബന്ധിച്ച് വ്യക്തമല്ല. ജനങ്ങൾക്ക് ആ വിഷയത്തിൽ സംശയമുണ്ട്. അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണമാണോ കൊലപാതകമാണോ എന്നുള്ളത് വലിയ സംശയം നിലനിൽക്കുകയാണ്. ആ സമയത്ത് ഇന്ദിരാഗാന്ധി ചെയ്തത് ഇതൊരു കൊലപാതകമേ അല്ല, ഇതൊരു സർവ്വസാധാരണ മരണം മാത്രമാണ് എന്നുള്ള വലിയ പ്രചരണം നടത്തി റഷ്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അന്ന് സർക്കാർ ഇതിനെക്കുറിച്ചൊരു ഒരു അന്വേഷണം ഏർപ്പാട് ചെയ്തില്ല. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ റഷ്യൻ വിധേയത്വം 971-ലുണ്ടായിരുന്നു. പാകിസ്ഥാനായിട്ടുള്ള യുദ്ധ സമയത്ത് മൂന്നാമത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് അത്തരത്തിൽ വിധേയത്വം അവർക്കുണ്ടായിരുന്നു. അവർ റഷ്യൻ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലാണ് ഇന്ദിരാഗാന്ധി അക്കാലത്ത് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പദം എഴുതി ചേർത്ത്, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ സോഷ്യലിസത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. പക്ഷേ ലോകം രണ്ട് ചേരിയായി നിന്ന് ഒരു ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന നിർണായക ഘട്ടത്തിൽ നമ്മൾ ചേരിചേരാ നയം എന്ന് പറയുന്ന ഒരു വലിയ പോളിസി പിന്തുടരുന്ന കാലഘട്ടത്തിൽ അതിന് നേരെ വിപരീതമായിട്ട് ഇന്ത്യ സോഷ്യലിസ്റ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് റഷ്യക്ക് കാണിക്കാൻ ഒരു ഇട കൊടുക്കുകയും സോഷ്യലിസ്റ്റ് ബ്ലോക്കിനോടൊപ്പം ചേരുകയും ചെയ്തു എന്നുള്ള അങ്ങനെ ഒരു വലിയ തെറ്റായ തീരുമാനം എടുത്തില്ലേ ഇന്ദിരാഗാന്ധി? അതെ, അത് ഇന്ദിരാഗാന്ധി എടുക്കുന്ന 1975-76 സമയത്താണ്. അടിയന്തരാവസ്ഥക്കാലം. ഇവിടെ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ജയിലിലാക്കിയിരിക്കുന്ന കാലമാണ്. ആ കാലത്താണ് തീരുമാനം എടുക്കുന്നത്. അതിലാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മതേതര എന്നൊക്കെ പറയുന്ന ചില സംജ്ഞകൾ ചേർക്കുന്നത് ആ സമയത്ത് മാത്രമാണ്. അതിന് അത്തരം വാക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം സോഷ്യലിസം ലോകത്തിൽ എവിടെയെങ്കിലും വിജയിച്ചായിട്ട് അത് ഇന്ദിരാഗാന്ധിക്ക് അറിയില്ല, കോൺഗ്രസ്സുകാർക്കറിയില്ല, റഷ്യക്ക് അറിഞ്ഞൂടാ. ഈവൻ ടു റഷ്യയിൽ അതൊരു വിജയിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ നല്ല തെളിവാണ് പി കേശവദേവിൻ്റെ പുസ്തകമുണ്ട് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും വിജയിക്കാത്ത സോഷ്യലിസ്റ്റിസം എന്ന് പറയുന്ന സംജ്ഞയെ
ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് വിളക്കി ചേർത്ത് ഇന്ദിരാഗാന്ധിയാണ്. മറ്റൊന്നാണ് മതേതരം. എന്താ മതേതരത്തിൻ്റെ ലക്ഷണം? എന്താണ്? ഹിന്ദുക്കളില്ലാത്തവർക്ക് എല്ലാവർക്കും കൂടി ആനുകൂല്യങ്ങൾ കൊടുക്കുക, ചില ആൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി 1975-76 സമയത്ത് മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ആളുകളെ ജയിലിലാക്കിക്കൊണ്ട് നടപ്പിൽ വരുത്തിയ എഴുതി ചേർത്ത ഒരു സംജ്ഞയായിരുന്നു മതേതരത്വം എന്നുള്ളത്. ഇത് രണ്ടും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനോട് ഒരു കാരണവശാലും നീതി പുലർത്തുന്നതായിരുന്നില്ല. ഇവരുടെ ചില താൽക്കാലികമായിരിക്കുന്ന താല്പര്യങ്ങളാണ്. അത് റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ റഷ്യയുമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ബന്ധങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും ഭൂഷണമായിരുന്നു പറയാൻ വേണ്ടി സാധിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.